പലപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ വരാറുള്ളൊരു ചോദ്യമാണ്. ജീവിതത്തിൽ ഏറ്റവും ആവശ്യം മനസ്സമാധാനമല്ലേ? മനസ്സമാധാനം ഉണ്ടെങ്കിൽ എല്ലാം ശരിയായി. മനസ്സമാധാനമാണ് ആവശ്യം. പല ആളുകളും അങ്ങനെ പറയാറുണ്ട്. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യം ശരിയല്ല. ബന്ധങ്ങളിലും അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെയല്ലേ പ്രധാനം? മനസ്സമാധാനം ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾ പറയും, പണം വേണം. എന്നാ ജീവിതം ഓക്കെയാണ്. ചില ആളുകൾ പറയും ആരോഗ്യം ഉണ്ടെങ്കിൽ എല്ലാം ശരിയായി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചില ആളുകൾ പറയും ആരോഗ്യം പണമൊക്കെ ഉണ്ടെന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ബന്ധങ്ങളില്ലെങ്കിൽ പിന്നെ ആ ജീവിതത്തിൽ എന്താ അർത്ഥമാണുള്ളത്? ചില ആളുകൾ പറയും നമുക്ക് മനസ്സമാധാനമാണ് ആവശ്യം. അപ്പോൾ എന്താണ് ശരിക്കും നമുക്ക് ആവശ്യം? എന്ത് ലഭിച്ചാലാണ് നമുക്ക് ജീവിതം നന്നായി നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതമാണ്. ജീവിതമാണ് വേണ്ടത്. ജീവിതമാണ് ശരിയായ രീതിയിൽ പോകേണ്ടത്. മറ്റുള്ളതൊക്കെ ജീവിതമാകുന്ന ആ വലിയ ക്യാൻവാസിലെ ഭാഗങ്ങളാണ്. സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സമ്പത്ത് ആവശ്യമാണ്. പണം ആവശ്യമാണ്. എന്നാൽ പണം മാത്രം മതിയോ? ആരോഗ്യം വേണം. ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആരോഗ്യം മാത്രം മതിയോ? പോരാ. അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണിതൊക്കെ. എന്നാൽ പല ആളുകളും അതിതീവ്രമായി അവർക്ക് എന്താണോ കുറവുള്ളത് അതിലേക്ക് പരിപൂർണമായ ശ്രദ്ധ കൊടുത്ത് ഇതാണ് ആവശ്യം എന്ന് അവർ ശക്തമായി വിശ്വസിക്കുകയും എന്നാൽ അവരുടെ കയ്യിൽ ഈ പറഞ്ഞ കാര്യം ഇല്ലാത്തത് കൊണ്ട് അതിതീവ്രമായിട്ട് ആ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് വിഷമിക്കുകയും ഭയത്തിലാവുകയും ഉത്കണ്ഠപ്പെടുകയും നെഗറ്റീവായിട്ടുള്ള കുറേ ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ അതിന് പകരം ജീവിതമാകുന്ന ആ വലിയ ക്യാൻവാസ്, ജീവിതമാണ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കുക എന്നുള്ളതാണ്. ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ ജീവിതം ഓരോ നിമിഷവും ജീവിച്ച് മനോഹരമായി ജീവിച്ചു പോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയുകയും ഈ പറഞ്ഞ ഇല്ലായ്മകളെക്കുറിച്ച്, പരാതികളെക്കുറിച്ച് നമ്മൾ വല്ലാതെ വറീഡ് ആവാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങളൊരു ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച്, നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വല്ലാതെ വറീഡായി ടെൻഷൻ അടിക്കുമ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ ഇല്ലായ്മയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ മെൻ്റൽ എനർജി, നിങ്ങൾക്ക് ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന നിങ്ങളുടെ മെൻ്റൽ എനർജി നിങ്ങളവിടെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക, അത്തരം ഇമോഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മെൻ്റൽ എനർജി ഒരുപാട് അവിടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ജീവിതം എന്ന വലിയ ആ ഒരു ക്യാൻവാസിനെ മറന്ന് നമ്മൾ ഈ ചെറിയ ലിമിറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, സമ്പത്തോ ആരോഗ്യമോ മറ്റെന്തോ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് അതില്ലാത്തതിനെക്കുറിച്ച് വറീഡായി, അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച്, അതിനെക്കുറിച്ച് ബേജാറായി ഭയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം എന്ന ആ വലിയ സംഭവത്തെ നിങ്ങൾ മറക്കുകയും നിങ്ങൾ ചുരുങ്ങി ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ജീവിതം വലിയ അസഹനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോവുക. അതിന് പകരം ജീവിതം ഇതൊരു സംഭവമാണ്. ഈ സംഭവത്തെ മനോഹരമാക്കി ഞാൻ ഓരോ നിമിഷവും കൊണ്ടുപോകും എന്നൊരു തീരുമാനമെടുത്ത് നിങ്ങൾ ആ ജീവിതത്തിലൂടെ കടന്നു പോകാൻ തയ്യാറാകുമ്പോൾ പിന്നെ ഓരോ നിമിഷവും, ജീവിതത്തിൽ ഓരോ നിമിഷവും ആഹ്ലാദത്തിൻ്റെ,
സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരിക്കും. അങ്ങനെ സന്തോഷവും സമാധാനവും മനസ്സിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി, ആരോഗ്യം, മറ്റു കാര്യങ്ങളിലൊക്കെ പുരോഗതി അനായാസേന നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. കാരണം മനസ്സ് ശാന്തമാകുമ്പോൾ, ബ്രെയിന് ശാന്തമാകുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും എന്ത് ആക്ഷൻസാണ് എടുക്കേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്. അവിടെ കൺഫ്യൂഷനോ മടിയോ അലസതയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അവിടെ വരികയില്ല. അവിടെ ഒരു ഫ്ലോ സ്റ്റേറ്റിലായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കുക. വളരെ അനായാസമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരൊഴുക്കോടെ അനായാസമായി ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു, ജീവിതം എൻജോയ് ചെയ്യുന്നു, ജീവിതത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നു. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ടുകൾ നമുക്ക് വരുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ വളരെ സമാധാനത്തോടു കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ എത്ര മനോഹരമായി നമുക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അതിന് നമ്മുടെ മനസ്സ് ഇങ്ങനെ വിശാലമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ജീവിതമാണ് പ്രധാനപ്പെട്ടത്. ഈ ജീവിതത്തിൻ്റെ ഉള്ളിലെ സംഭവങ്ങളാണ് ഈ പറഞ്ഞ സമ്പത്ത്, ആരോഗ്യം, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ. നിങ്ങൾ ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? മരങ്ങളാണോ? ചെടികളാണോ? അതിൽ ജീവിക്കുന്ന ജീവികളാണോ? അതിലെ ജലമാണോ? അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെ. എന്നാൽ അതിൽ ഏതെങ്കിലും 1, 2, 3, 5 കാര്യങ്ങൾ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചിന്തിച്ച് നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുമ്പോൾ അവിടെ ജീവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഫ്ലോ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജീവിതത്തെ നമ്മൾ ഉൾക്കൊള്ളുക. ജീവിതം നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു മഹാസംഭവം. അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എല്ലാ സമ്പത്തിനേക്കാളും, എല്ലാ ആരോഗ്യത്തെക്കാളും, എല്ലാ ബന്ധങ്ങളെക്കാളും, എല്ലാ സ്റ്റാറ്റസിനേക്കാളും ഒക്കെ എത്രയോ മുകളിലാണ്. ഇതൊക്കെ വരുന്നത് ഈ പറഞ്ഞ ജീവിതമാകുന്ന ക്യാൻവാസിൻ്റെ ഉള്ളിലാണ്, ചെറിയ ചെറിയ ഭാഗങ്ങളായി. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നിലേക്ക് മാത്രം നമ്മുടെ മെൻ്റൽ എനർജി കൊടുത്ത് ഇത് ശരിയായേ പറ്റൂ, ഇതിനു വേണ്ടി ശ്രമിച്ചേ പറ്റൂ, ഇത് ശരിയായില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്, എൻ്റെ ജീവൻ തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണ്, എനിക്ക് വയ്യേ, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ജീവിതം എന്ന ക്യാൻവാസ് വളരെ മനോഹരമായി കൊണ്ടുപോകേണ്ട നമ്മുടെ ബ്രെയിൻ എനർജി, മെൻ്റൽ എനർജി ചുരുങ്ങി അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ആസ്വാദ്യതയും മനോഹാരിതയും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ജീവിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ ജീവിതം കടന്നു പോകുന്നത് ഈ നിമിഷത്തിലൂടെയാണ്, ഈ പ്രസൻറ്റ് മൊമെൻറ്റിലൂടെയാണ്. അത് നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സന്ദർഭത്തിലാവാം, ചുറ്റുമുള്ള കാഴ്ചകൾ കാണുന്നതിലായിരിക്കാം, ഒരു പുസ്തകം വായിക്കുന്നതിലായിരിക്കാം, ഒരല്പം പ്രകൃതിയിൽ നോക്കിയിരിക്കുന്നതിലായിരിക്കാം, നടക്കാൻ പോകുന്നതിലായിരിക്കാം, നിങ്ങളെ തന്നെ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലായിരിക്കാം. അങ്ങനെ എത്രയോ 100,000 കാര്യങ്ങൾ ഈ ജീവിതം നമുക്ക് ഇങ്ങനെ ഒരുക്കി തരുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം, നമുക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക, നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ചില പ്രതിസന്ധികൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ടെൻഷൻ അടിക്കുക, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ആ ചുരുങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വലിയൊരു യുദ്ധം നടക്കുന്നത് നമുക്ക് അനുഭവപ്പെടും. നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചിന്തകളും കുറേ തരത്തിലുള്ള ഇമാജിനേഷനും എല്ലാം ചേർന്ന് ആകെ കലങ്ങി മറിഞ്ഞ വല്ലാത്തൊരവസ്ഥ. എന്നാൽ അതിന് പകരം നമ്മുടെ മനസ്സിലൊന്ന് ബ്രോഡൻ ചെയ്ത് ഇത് ജീവിതമാണ്, ഇതിലെ ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിനൊരു പരിധിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ജീവിതം എന്ന മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ്, ജനനം മുതൽ മരണം വരെയുള്ള ആ ഒരു എക്സ്പീരിയൻസ്, അതിനൊരു ബ്രോഡായിട്ട് നമ്മൾ കാണുവാൻ ശ്രമിക്കുക. ഇതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ട, പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കേണ്ട എന്നൊന്നുമല്ല. അത് ജീവിതത്തെ ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ജീവിതത്തെ ഒരു ഫ്ലോ സ്റ്റേറ്റിലൂടെ കടന്നു പോകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അതിൽ സന്തോഷം കണ്ടെത്തുക,
അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന കാഴ്ചപ്പാടുകളൊക്കെ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെ വലിയ ഒരു ബ്രോഡായിട്ടുള്ള സെൻസിൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, പല പല പ്രശ്നങ്ങളും നമ്മൾ പ്രശ്നമായി കണ്ടിരുന്നതൊക്കെ സോൾവ് ചെയ്യപ്പെടുന്നത് വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് അനുഭവപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പലപ്പോഴും ഒരു കാര്യത്തിൻ്റെ പിറകെ നമ്മൾ എല്ലാ എനർജിയും ഫോഴ്സും ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് വല്ലാതെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. സമ്പത്തിൻ്റെ കാര്യം. ചില ആൾ എനിക്ക് പണം ഉണ്ടാക്കിയേ പറ്റൂ, ഞാനാകെ കടത്തിലാണ്, എനിക്ക് പ്രശ്നത്തിലാണ്, അത് ശരിയാക്കി കടം വീട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റൂ, എനിക്ക് സമ്പന്നനായേ പറ്റൂ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെക്കാൾ സമ്പന്നനാണ്, അതുകൊണ്ട് പണം ഉണ്ടാക്കിയേ പറ്റൂ എന്നും വിചാരിച്ച് നമ്മൾ അതിൻ്റെ പിറകെ വളരെ മെൻ്റൽ എനർജി, നെഗറ്റീവ് എനർജി ഉപയോഗിച്ച് ഓടുന്ന സമയത്ത് അത് നമ്മളിൽ നിന്ന് അകന്നു പോകും. ആരോഗ്യത്തിൻ്റെ കാര്യം. എനിക്ക് ആരോഗ്യം ഉണ്ടാക്കിയേ പറ്റുള്ളൂ, എനിക്ക് ഈ രോഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറിയേ പറ്റുള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ രോഗം വർദ്ധിക്കുന്നു. എനിക്ക് സുഹൃത്തുക്കളില്ല, ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ, എനിക്ക് ആരെങ്കിലുമൊക്കെ സുഹൃത്താക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളവിടെ ഒരു നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആളുകൾ നമ്മളിൽ നിന്ന് ഓടി അകലുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, എൻ്റെ ജീവിതം ഇത് മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്, അതിൻ്റെ ഭാഗങ്ങളാണ് ഈ സമ്പത്ത്, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ. അത് ഉണ്ടാക്കുന്നത്, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, ആരോഗ്യം എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ്. എന്നാലും ഞാൻ അതിന് ടെൻഷൻ അടിച്ച് അവയുടെ പിറകെ വല്ലാതെ ഓടേണ്ട ആവശ്യമില്ല. എനിക്ക് ലക്ഷ്യങ്ങൾ വെക്കാം, അതിന് വേണ്ട ചെറിയ ചെറിയ പ്രോസസ്സുകൾ, അതിൻ്റെ ആക്ഷനുകൾ എടുക്കാം, എൻജോയ് ചെയ്തിട്ട് അതിന് വേണ്ട ആക്ഷനുകൾ എടുക്കാം. എന്നാൽ അതിൻ്റെ റിസൾട്ട് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം ഈ ജീവിതം ആ, നിയമം വർക്ക് ചെയ്യുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് റിസൾട്ട് ലഭിക്കും. അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, വല്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലൈഫാകുന്ന ഈ വലിയ സംഭവത്തിന് പ്രാധാന്യം കൊടുക്കുക, അത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക, സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി ആക്ഷൻസ് എടുക്കുക, റിസൾട്ട് അതിൻ്റെ സമയമാകുമ്പോൾ വന്നോളും. ഇ- ഇനി എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ നേരിടുകയാണെങ്കിൽ, പ്രോബ്ലംസ് വരികയാണെങ്കിൽ, അത് പരിഹരിക്കാൻ വേണ്ട ചില കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഓൾ. അതും വളരെ രസകരമായിട്ട് ഒരു ഫ്ലോ സ്റ്റേറ്റിലൂടെ ചെയ്യുക. പ്രാധാന്യം കൊടുക്കേണ്ടത് ലൈഫിനാണ്, ജീവിതത്തിനാണ്. ജീവിക്കുക, അതിൻ്റെ ഓരോ നിമിഷത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും വളരെ ഈസിയായി, നമ്മൾ വലിയ പ്രശ്നങ്ങളാണെന്ന് ചിന്തിച്ച കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് പ്രശ്നങ്ങളല്ലാതായി മാറുന്നതും, അങ്ങനെ ജീവിതം വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് മാറുകയും ചെയ്യും. നമുക്കറിയാം, ചില സന്ദർഭങ്ങളിൽ അസ്വസ്ഥതയുളവാക്കുന്ന ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, അത് ചിലപ്പോൾ ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം. ഒരാൾ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കുറച്ച് പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അസുഖം വന്നു. ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ സാഹചര്യം സംഭവിച്ചു, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കയറിക്കൂടി, അത് അടുപ്പിൽ തീ പുകയുന്നത് പോലെ മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകാം. അത് ചില വ്യക്തികളോടുള്ള ചില ആ, ദേഷ്യമോ വൈരാഗ്യമോ അതുമൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത്, നമ്മളെ അതിലേക്ക് അങ്ങോട്ട് ചുരുക്കി, നമ്മളുടെ ജീവിതം എന്ന ആ വലിയ ഒരു എക്സ്പീരിയൻസ്, നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിന് നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് പോലെ നമ്മുടെ പ്രോബ്ലം എന്നുള്ള രീതിയിൽ നമ്മളെ അങ്ങ് ചുരുക്കി മാറ്റുകയും അത് നമ്മുടെ പ്രശ്നത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ ആസ്വാദ്യത നഷ്ടപ്പെടുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ആസ്വാദ്യത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ, ഓ, ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് ജീവിതമാണ്, എനിക്ക് വയ്യ, ടയേർഡായി, ക്ഷീണിച്ചു, വല്ലാത്തൊരു വൃത്തികെട്ട ജീവിതം എന്തൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത്. എന്നാലൊന്ന് സൂം ഔട്ട് ചെയ്യുമ്പോൾ ജീവിതമാകുന്ന ആ വലിയ ഒരു ആകാശത്തിൽ, ഒരു സ്കൈയിൽ കാണുന്ന ചെറിയ ചെറിയ ഈ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നം, ഇതിലേക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ജീവിതം വലിയ ദുസ്സഹമായിട്ടുള്ളൊരു അനുഭവമായിട്ട് മാറും. എന്നാൽ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഈ ജീവിതം ആസ്വദിക്കുക, ജീവിതത്തിൽ ഓരോ നിമിഷവും ജീവിച്ച് മുന്നോട്ട് പോവുക, അതാണ് ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അവിടെ
നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറുന്നു, കാഴ്ചപ്പാടുകൾ മാറുന്നു. ജീവിതത്തിൽ ഓരോ നിമിഷം ഇതെനിക്ക് ആസ്വദിക്കുന്നതിന് വേണ്ടി, ഇതെനിക്ക് അനുഭവിച്ച് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുകയും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മളെ വല്ലാതെ ബാധിക്കാനും പോകുന്നില്ല. ഇനി അഥവാ ബാധിച്ചാൽ തന്നെ അത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അതിലപ്പുറം ലെറ്റ് ഗോ, ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ എന്ന ഒരു തരത്തിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ജീവിതമാണ് ഇമ്പോർട്ടൻറ്റ്. അതെപ്പോഴും നമ്മൾ ഓർത്ത് വയ്ക്കുക. ജീവിതത്തിനുള്ളിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ നിങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങളൊക്കെ. അപ്പോൾ അത് വരുന്ന സമയത്ത് ഒരല്പം വികാരഭരിതനാവാം, നെഗറ്റീവ് ചിന്ത വരാം. അതൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ചിന്ത പിന്നീട്, കാഴ്ചപ്പാട് പിന്നീട് വീണ്ടും ജീവിതമാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുക, ഇവിടെ ശ്രദ്ധിക്കുക, ഈ കേൾവിയെ അത് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുക. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ആ ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവവും ആസ്വദിക്കുന്നതിന് വേണ്ടി, അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുവാൻ, മനസ്സിലാക്കുവാൻ തുടങ്ങുമ്പോൾ ഏത് സന്ദർഭത്തെയും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഒരു ട്രാഫിക്കിൽപ്പെട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പലപ്പോഴും നമ്മുടെ ചിന്ത വളരെ അസ്വസ്ഥമായിരിക്കും. എനിക്ക് കുറച്ച് നേരത്തെ വീട്ടിലെത്തിയെങ്കിൽ, അല്ലെങ്കിൽ ഓഫീസിലെത്തിയെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ലേറ്റായി കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പിന്നെ വെയിറ്റിംഗ് വളരെ ബോറടിക്കുന്ന കാര്യം. ഇതെന്താ ഇങ്ങനെ? അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, മൊബൈൽ ഫോണിലേക്ക് നോക്കും. എന്നാൽ അതിന് പകരം ദിസ് ഈസ് ലൈഫ്, ഈ ജീവിതം, ഈ ജീവിതത്തിൽ ഇപ്പോൾ എനിക്കൊരു അനുഭവം ലഭിച്ചിരിക്കുന്നത് ഈ ഒരു ബോറിംഗ് ആയിട്ടുള്ള കാര്യത്തിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. ആ അനുഭവത്തെ ഞാനൊന്ന് അനുഭവിച്ച് നോക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തെ നിങ്ങൾ അനുഭവിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ വളരെ കാമാക്കും, ഫോക്കസ്ഡ് ആക്കും, നിങ്ങളുടെ സ്ട്രെസ്സിനെ, ടെൻഷനെ കുറയ്ക്കും, ക്ഷീണത്തെ കുറയ്ക്കും. ഒരു സന്തോഷത്തിൻ്റെ മുഖഭാവം, എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഫീൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിന് പകരം നമ്മൾ സൂം ഇൻ ചെയ്യുകയാണ്. എന്തൊരു ട്രാഫിക് ജാം, ഞാൻ എന്ത് ചെയ്യും, പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങൾ ജീവിതത്തെ മറക്കുകയും അതിന് പകരം നിങ്ങളുടെ ഫോക്കസ് ഈ ചെറിയ പ്രശ്നത്തിലേക്ക് വരികയും ആ പ്രശ്നത്തെ വലുതായി മനസ്സ് കാണിച്ചു തരികയും, അങ്ങനെ മനസ്സിൽ മൊത്തം ചിന്തകളുടെ ഒരു യുദ്ധം നടക്കുകയും ചെയ്യും. എപ്പോഴും ഓർക്കുക, ജീവിതം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓരോ വ്യക്തിക്കും ഈ ജീവിതമെന്ന വലിയ ഒരു അനുഗ്രഹം, വലിയൊരു ഫേവർ ലഭിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സിനേക്കാളും, നിങ്ങളുടെ കയ്യിലുള്ള പണത്തേക്കാളും, ആരോഗ്യത്തെക്കാളും, ബന്ധങ്ങളെക്കാളും, നിങ്ങളുടെ ജോലിയേക്കാളും, ബിസിനസ്സിനേക്കാളും, മറ്റെന്തിനേക്കാളും വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതം. നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ജീവിതം. അപ്പോൾ ആ ജീവിതത്തെ ഇങ്ങനെ ആസ്വദിച്ച്, ആ ജീവിതത്തെ അനുഭവിച്ച് ഓരോ നിമിഷവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് വരുന്ന ചില ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ജീവിതത്തിലാണ് ഉള്ളത് എന്ന് ചിന്തിച്ച് അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അനായാസനെ പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ ഇതാണ്, ഈ പ്രശ്നമാണ്, ഇതിലേക്കാണ് എൻ്റെ പരിപൂർണ ശ്രദ്ധ എങ്കിൽ നമ്മുടെ വലിയ കപ്പാസിറ്റിയെ നമ്മൾ മറക്കുകയും നമ്മൾ ചുരുങ്ങിക്കൂടുകയും അങ്ങനെ നമ്മുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ആങ്സൈറ്റിയും ഒരുപാട് വറീസും നമ്മുടെ ചിന്തകളിൽ വരികയും നമ്മുടെ ബ്രെയിനിൽ, മനസ്സിൽ വരികയും അങ്ങനെ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ, അഥവാ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ കൂടിയിട്ടും ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കാരണം അതിലൊരു വ്യക്തത ലഭിക്കാതിരിക്കുകയും ജീവിതം ദുസ്സഹമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളല്ല ജീവിതം, അത് ജീവിതത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾ. ജീവിതം എന്ന ആ ഒരു കാഴ്ചപ്പാടിനെ വലിയ വിശാലമായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അനായാസമായി
കൈകാര്യം ചെയ്യാൻ സാധിക്കും. എന്നാൽ ചിന്തകൾ കൊണ്ട്, ആങ്സൈറ്റി കൊണ്ട്, വറീസ് കൊണ്ട് മനസ്സ് നിറയ്ക്കുമ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇനിയിപ്പോൾ അഥവാ കണ്ടെത്താൻ സാധിച്ചാൽ തന്നെ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടെ കാണുക. സമ്പത്ത്, ആരോഗ്യം, ബന്ധങ്ങൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് ജീവിതത്തിൻ്റെ ഉള്ളിലെ കാര്യമാണ്. ജീവിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ നിങ്ങൾ പ്ലാൻ ചെയ്യുക, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക. വലിയ എഫേർട്ടുകളും വലിയ സ്ട്രെയിനുമില്ലാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആകർഷിക്കുവാൻ സാധിക്കും. നിങ്ങൾ എല്ലാത്തിനും പിറകെ ഓടേണ്ട അവസ്ഥ വരില്ല. പലതും വളരെ മാജിക്കലായി ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ജീവിതത്തെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ കാണുക. ജീവിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താതെ ഓരോ നിമിഷവും അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദം, നിങ്ങളിരിക്കുന്ന ചെയർ, അതിലേക്ക് ഒന്ന് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ചുറ്റും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസഗതി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ശ്രദ്ധിക്കുക. ഇതൊക്കെ ജീവിതം നിങ്ങൾക്കിങ്ങനെ ഓരോ ആസ്വദിക്കുന്നതിന് വേണ്ടി കൊണ്ടുതരുന്ന ഓരോ അനുഭവങ്ങളാണെന്ന് ഉൾക്കൊണ്ട് ആ ഒരു മനോഭാവത്തോടു കൂടെ മുന്നോട്ട് പോവുക. ഓരോ നിമിഷവും വളരെ സന്തോഷകരവും സമാധാനപരവുമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. താങ്ക് യു.